കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ ചുട്ടുകൊന്നു. ഓർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് മരിച്ചത്. അയൽവാസി ലൊലിറ്റയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രതി മെൽവിൻ ഒളിവിലാണിപ്പോൾ. ഞെട്ടിക്കുന്ന വാർത്തയാണ് കാസർഗോഡ് നിന്നും പുറത്തുവരുന്നത്. മകൻ അമ്മയെ ചുട്ടുകൊന്നു എന്ന് പറയുന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. ഓർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി ലൊലിറ്റയ്ക്ക് നേരെയും അതിക്രമമുണ്ടായി. പ്രതി മെൽവിൻ ഇപ്പോൾ ഒളിവിലാണ്. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, തീർത്തും മനസാക്ഷി മരവിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഈ കൊലപാതകം എന്നായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ ചുട്ട് കൊല്ലുകയായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിദാരുണമായ വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വോർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് അവിടെയുള്ള അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഫിൽഡയെ തീ കൊളുത്തിയതിന് ശേഷം മകൻ അയൽവാസിയായ ലൊലിറ്റയെ കൂടി ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം അവരെയും തീ കൊളുത്താൻ ശ്രമമുണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫിൽഡയുടെ മകൻ മെൽവിനാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി ഏതായാലും ഒളിവിലാണ്. മഞ്ചേശ്വരം പോലീസ് ഇയാൾക്കായി അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അമ്മയെ തീ കൊളുത്തിയതിന് ശേഷമാണ് അമ്മയ്ക്ക് അപകടം സംഭവിച്ചു എന്ന് ഇയാൾ തന്നെ പുറത്തുപോയി പറയുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തുന്നതിൻ്റെ കാരണം എന്നത് സംബന്ധിച്ച് പോലീസിന് നിലവിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. ഇവരുടെ മറ്റൊരു മകൻ അല്വിൻ കുവൈത്തിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കൃത്യം നടത്തിയ മെൽവിൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഈ അയൽവാസിയായ സ്ത്രീയെയും ഒപ്പം സ്വന്തം മാതാവിനെയും ഇത്തരത്തിലൊരു അക്രമത്തിന് വിധേയമാക്കുന്നതിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. നേരത്തെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അതോ ഈ മെൽവിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും വളരെ ശക്തമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പ്രതി ഈ കൃത്യം നടത്തിയതിന് ശേഷം ഒളിവിൽ പോയി എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മഞ്ചേശ്വരത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ കർണാടക കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. നിഖിൽ, ഇയാളെക്കുറിച്ച് പ്രദേശവാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് മറ്റോ വിവരങ്ങൾ ശേഖരിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? മുമ്പ് വല്ല കേസും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തിയാണോ? ലഹരി ഉപയോഗം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? ലക്ഷ്മി പത്മ, നിലവിൽ ഇത്തരം വിവരങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഈ പോലീസും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ മുന്നിലുള്ള ഒരു ആശങ്കയും ഇത് തന്നെയാണ്. കാരണം ഈ പ്രതി ഇത്തരത്തിലൊരു കൃത്യം നടത്തുന്നു, സ്വന്തം അമ്മയെ തീ കൊളുത്തുന്നു, അതിനുശേഷം അയൽവാസിയായ സ്ത്രീയോട് പോയി കാര്യം പറഞ്ഞ് അവരെയും വിളിച്ച് ഇവിടത്തേക്ക് വരുത്തി അവർക്കെതിരെയും അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഇത്തരമൊരു കൃത്യം നടത്തുന്നതിന് കാരണമായി മാറിയത് എന്ന കാര്യത്തിൽ പോലീസിനും ഒരു സംശയമുണ്ട്. തീർച്ചയായും വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് കരുതുന്നത്. അപ്പോഴേക്കും നിഖിലേക്ക് തിരിച്ചെത്താം. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കാസർഗോഡ് നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ.